ഹലോ എവരി വൺ, സെൻട്രൽ ഗവൺമെൻറ് ജോബ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫസ്റ്റ് തന്നെ പറഞ്ഞോളട്ടെ, നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞാൽ മെയിനായിട്ടും സെൻട്രൽ ഗവൺമെൻറ് ജോബ് അപ്ഡേറ്റ്സുകളാണ് എപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നൊരു ദിവസം മാറ്റത്തിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ഫെഡറൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് സെക്ടർ, ഇന്ത്യയുടെ തന്നെ ലീഡിംഗ് ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് സെക്ടർ ബാങ്കാണ്. അപ്പോൾ അതിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വിളിച്ചതുകൊണ്ട്, എക്സാം ഒന്നും ഇല്ലാതെ വിളിച്ചതുകൊണ്ടാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് നമ്മളെപ്പോഴും സെൻട്രൽ ഗവൺമെൻറ് ജോബ് അപ്ഡേറ്റ്സ് ആണ് നിങ്ങൾക്ക് തരുന്നത്. ആദ്യമായിട്ട് ഒരു പ്രൈവറ്റ് സെക്ടർ ബാങ്ക്, കാരണം ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരാഴ്ച മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളെ എത്രയും പെട്ടെന്ന് അറിയിക്കാൻ വേണ്ടി ആ ഒരു കാര്യം ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളത് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അപ്ലൈ ചെയ്യാവൂ. പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ആണെന്ന് മനസ്സിലാക്കി തന്നെ അപ്ലൈ ചെയ്യുക. കാരണം ഇത് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാനുള്ള ഒരു പോസ്റ്റ് ഉള്ളത് കൊണ്ടാണ് നമ്മളിതിൽ പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പോൾ അവർ ഹയറിങ് ചെയ്യുന്നത് എന്താണ്? IT ഓഫീസർ റിക്രൂട്ട്മെന്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ബേസിസിലാണ് നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഫെഡറൽ ബാങ്ക് എന്ന് പറയുന്നത് ഇന്ത്യയുടെ തന്നെ ലീഡിംഗ് ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ആണ്. ഹാസ് അനൗൺസ്ഡ് ഇറ്റ്സ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഫോർ ദ പൊസിഷൻ ഓഫ് IT ഓഫീസേഴ്സ്. അപ്പോൾ നിങ്ങൾ IT ഒക്കെ പഠിച്ച് നിൽക്കുന്നവരാണെങ്കിൽ, നിങ്ങൾക്കറിയാലോ, മാസ്റ്റേഴ്സ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നവർ, നിങ്ങൾക്ക് ഒരു ചാൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ IT കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതൊരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പോൾ കൃത്യമായി ശ്രദ്ധിക്കുക. പ്രൈവറ്റ് സെക്ടർ ബാങ്ക് തന്നെയാണ്. നോട്ടിഫിക്കേഷൻ റിലീസ് ആയിട്ടുള്ളത് 19 ഫെബ്രുവരിയാണ്. ഫെബ്രുവരി 19 റിലീസായി. കണ്ടല്ലോ, ക്ലോസിംഗ് ഡേറ്റ്, ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ കണ്ടല്ലോ 26 ഫെബ്രുവരി. കറക്റ്റ് പറഞ്ഞാൽ ഒരാഴ്ച സമയം മാത്രമേ അവർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളൂ ആ ഒരു കാര്യത്തിന് വേണ്ടിയായിട്ട്. കാരണം ഒരാഴ്ചക്കുള്ളിൽ ആരൊക്കെ അപ്ലൈ ചെയ്യുന്നോ അവരെ എത്ര പേരെയും സെലക്ട് ചെയ്യണം എന്നുള്ളൊരു പ്രൊസീജിയറാണ് അവരിപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്, നിലവിൽ വച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇതുള്ളത് കൊണ്ടാണ് നമ്മൾ നിങ്ങളെ അടുത്ത് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 19 ഫെബ്രുവരിയിലും 26 ഫെബ്രുവരിക്കും ഇടയിലാണ് നിങ്ങളിത് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഹൂ ക്യാൻ അപ്ലൈ എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. 1/2/2025 അതാണ് ടാർഗറ്റ് ലൈൻ. 1/2/2025 നിങ്ങളുടെ കയ്യിൽ ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഏജിൻ്റെ ബേസിസിലായാലും അല്ലെങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷനൽ ക്വാളിഫിക്കേഷൻ എല്ലാം എന്തായിരിക്കണം, 1/2/2025 എന്ന് പറഞ്ഞാൽ ഒരു ബാർ ലൈനിലായിരിക്കണം നിൽക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഫ്രഷേഴ്സ് കാറ്റഗറി ഉണ്ട്, അതുപോലെ തന്നെ എന്തുകൊണ്ട് എക്സ്പീരിയൻസ്ഡ് കാറ്റഗറി ഉണ്ട്. 2 കാറ്റഗറി അവർ ക്ഷണിച്ചിട്ടുണ്ട്. ഒന്ന് എക്സ്പീരിയൻസ് ഉള്ളവരും, ഒന്ന് ഫ്രഷേഴ്സിനെയാണ് അവർ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫ്രഷേഴ്സിനാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മാസ്റ്റേഴ്സ് ആയിരിക്കണം. പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്കാണ് ഈ ഒരു ചാൻസ് വരുന്നത് കേട്ടോ. അത് ശ്രദ്ധിക്കുക. MTech അല്ലെങ്കിൽ ME അല്ലെങ്കിൽ MSc എന്താണ് കമ്പ്യൂട്ടർ സയൻസിലോ ITയിലോ എടുത്തവരായിരിക്കണം. അല്ലെങ്കിൽ എന്താണ് MCA, നമുക്ക് അറിയാലോ, മാസ്റ്റേഴ്സ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഇങ്ങനെയുള്ള സംഭവങ്ങളിലാണ് നിങ്ങളുടെ മാസ്റ്റേഴ്സ് വന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അപ്പോൾ മാസ്റ്റേഴ്സ് ഇൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജി, അതുപോലെ തന്നെ MSc കമ്പ്യൂട്ടർ സയൻസിലോ ITയിലോ എടുത്തവരോ അല്ലെങ്കിൽ MCA, ഇത്രയും കോഴ്സുകൾ കഴിഞ്ഞവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഫ്രഷേഴ്സ് കാറ്റഗറിയിലാണ് കേട്ടോ. ഇനി അതുപോലെ തന്നെ അക്കാഡമിക് പെർഫോമൻസ് നിങ്ങൾക്ക് എത്ര വേണം? നിങ്ങളുടെ 10+2 ഗ്രാജുവേഷൻ മിനിമം, നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ എല്ലാം 60% മാർക്ക് എല്ലാ പേർക്കും ഉണ്ടായിരിക്കണം. 60% മാർക്കിലാണ് നിങ്ങളുടെ അക്കാഡമിക് പെർഫോമൻസ് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. 10ാം ക്ലാസ് തൊട്ടേ നിങ്ങൾക്ക് 60% മിനിമം മാർക്കായിട്ട് ഉണ്ടാവണം. ഓക്കെ. ഇനി ഏജ് 60% കേട്ടോ. ഏജ് എന്ന് പറയുന്നത് 27 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 27 വയസ്സ്, മാസ്റ്റേഴ്സ് കഴിഞ്ഞ് നിൽക്കുന്ന 27 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. 1/2/1998 ശേഷം ജനിച്ചവർക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. നാഷണാലിറ്റി ഇന്ത്യൻ സിറ്റിസണിന് എല്ലാവർക്കും അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. എക്സ്പീരിയൻസ്ഡ് കാറ്റഗറി ആണെങ്കിൽ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ വർക്ക് എക്സ്പീരിയൻസ് ആണ് വേണം. നിങ്ങൾക്ക് മിനിമം 1 വർഷത്തിൻ്റെ എക്സ്പീരിയൻസ് മതി. പക്ഷെ അവിടെ നിങ്ങൾക്ക് എന്താണ് മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് എന്ത് മാത്രം മതി? BTech, അതായത് ബാച്ചിലേഴ്സ് മാത്രം മതി. ഡിഗ്രി കഴിഞ്ഞവർക്കാണ് അപ്ലൈ ചെയ്യുക. ഫ്രഷേഴ്സിനാകുമ്പോൾ മാസ്റ്റേഴ്സ് കഴിഞ്ഞവർക്കും, അതുപോലെ എക്സ്പീരിയൻസ്ഡ് ആകുമ്പോൾ നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് കഴിഞ്ഞവർക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ബാച്ചിലേഴ്സ് ഓഫ് ടെക്നോളജി അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഓഫ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാം എന്നുള്ളൊരു മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. BTech അല്ലെങ്കിൽ BE കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് ആണ് അവർ ചോദിക്കുന്നത് കേട്ടോ. മിനിമം 1 ഇയർ ഓഫ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആണ്. IT ഡൊമൈനിൽ തന്നെ ചെയ്യണം. അതുപോലെ തന്നെ അക്കാഡമിക് പെർഫോമൻസ് 50% കേട്ടോ. നേരത്തെ മാസ്റ്റേഴ്സ് ഉള്ളവർക്ക് 60% ആണെങ്കിൽ ഇവിടെ ബാച്ചിലേഴ്സുകാർക്ക് 10+2 ഗ്രാജുവേഷന് 50% മിനിമം മാർക്ക് മതി. ഏജ് എന്ന് പറയുന്നത് ഇവർക്ക് എത്രയാണ്? 30 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. എക്സ്പീരിയൻസ് ഉണ്ടോ? നിങ്ങൾക്ക് 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാമെന്നുള്ളൊരു കാര്യമാണ്. 1/2/1995 ശേഷമുള്ള എല്ലാ പേർക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കാൻഡിഡേറ്റ് ഷോൾ ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് മറ്റൊരു കാര്യം.
കാര്യം. ഇനി അത് കാൻഡിഡേറ്റ് ഷുഡ് സബ്മിറ്റ് ഓൺലി വൺ ആപ്ലിക്കേഷൻ ബേസ്ഡ് ഓൺ ദ ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ്. നിങ്ങളുടെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒന്നിലല്ലേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കൃത്യമായി ശ്രദ്ധിക്കുക. ഒന്നീ എക്സ്പീരിയൻസ്ഡ് കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ എന്തിൽ ചെയ്യുക, നിങ്ങളുടെ ഫ്രഷേഴ്സ് കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്നിൽ ഫ്രഷേഴ്സ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് എന്താണോ നിങ്ങൾക്ക് ഉള്ളത് അതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി അടുത്ത കോസ്റ്റ് ടു കമ്പനി എന്ന് പറയുമ്പോൾ എത്ര രൂപയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ളൊരിതാണ്. പെർ ആനം ആനുവൽ ഇൻകം ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 12 ലക്ഷം തൊട്ട് തുടങ്ങി 16 ലക്ഷം വരെ കിട്ടുന്ന ഒരു ആനുവൽ പാക്കേജ് ആണ് അവർ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. 12 ലക്ഷത്തിൽ നിന്ന് തുടങ്ങി 16 ലക്ഷം വരെ കിട്ടും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ലൊക്കേഷൻ വരുന്നത് നിങ്ങൾക്ക് എവിടെയാണ്, ഇതിൻ്റെ IT ഡൊമൈൻ ബാങ്ക്സുകൾ വരുന്ന എവിടെയാണ്, ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ട് ഏതും സിറ്റി സെൻറ്റേഴ്സ് മെട്രോപൊളിറ്റൻ സിറ്റി സെൻറ്റേഴ്സിലായിരിക്കും. ബാംഗ്ലൂർ, എറണാകുളം അല്ലെങ്കിൽ മുംബൈ ലൊക്കേഷനിലായിരിക്കും വരുന്നത്. അപ്പോൾ എവിടെയാണോ നിങ്ങളെ അപ്പോയിന്റ് ചെയ്യുന്നത് ആ ഒരു രീതിക്കാണ്, ഏതെങ്കിലും ബ്രാഞ്ചിലോ ഓഫീസസിലോ ആയിരിക്കും വരുന്നത്. അപ്പോൾ മെയിനായിട്ട് IT ഡൊമൈനുള്ള സ്ഥലങ്ങളായിട്ടുള്ള ബാംഗ്ലൂർ, എറണാകുളം, മുംബൈ ആണ് അവരെടുത്ത് പറയുന്നത് കേട്ടോ. ഇനി അടുത്ത പീരീഡ് ഓൺ പ്രൊബേഷൻ എന്ന് പറയുന്നത് ഫ്രഷർ കാറ്റഗറിക്ക് ആണെങ്കിൽ മിനിമം 2 വർഷത്തിന്റെ പ്രൊബേഷണറി പീരീഡ് ആണ്. 2 വർഷം നിങ്ങൾ അവിടെ കമ്പൽസറി വർക്കിംഗ് ആണ്. അതേസമയം എക്സ്പീരിയൻസ്ഡ് കാറ്റഗറിക്ക് 1 വർഷത്തിന്റെ പ്രൊബേഷണറി പീരീഡ് ആണ് പറയുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് നിങ്ങൾ സ്കെയിൽ 1 ഓഫീസേഴ്സ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പീരീഡ് ഓൺ പ്രൊബേഷൻ ശ്രദ്ധിക്കുക. ഇനി വെന്യൂസ് ഫോർ പേഴ്സണൽ ഇന്റർവ്യൂ, നിങ്ങളുടെ സെലക്ഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് പ്രോസസ് ഓഫ് ഫെഡറൽ ബാങ്ക് IT ഓഫീസർ റിക്രൂട്ട്മെന്റ് രണ്ടാമത് കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ് സ്റ്റേജസ്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഷോർട്ട് ലിസ്റ്റിംഗ് ആണ്. നിങ്ങൾക്ക് എക്സാം എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുകയാണ്, നിങ്ങളുടെ ആപ്ലിക്കേഷൻ അവർ തിരഞ്ഞെടുത്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു പേഴ്സണൽ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യും. ആ പേഴ്സണൽ ഇന്റർവ്യൂയുടെ സ്ഥലങ്ങളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഒരു ഫൈനൽ സെലക്ഷൻ. നിങ്ങളുടെ ഇന്റർവ്യൂ ബേസിസിലാണ് നിങ്ങളെ സെലക്ട് ചെയ്യുന്നത് കേട്ടോ. ഇന്റർവ്യൂ ബേസിസിലാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്. അതിന്റെ വെന്യൂ ആണ് ദൈ കൊടുത്തിരിക്കുന്നത്. ബാംഗ്ലൂർ, ചെന്നൈ, ഡൽഹി, എറണാകുളം, കൊൽക്കത്ത, മുംബൈ. നമുക്ക് ട്രിവാൻഡ്രത്ത് സെന്റേഴ്സ് ഇല്ല. എവിടെയാണുള്ളത്, എറണാകുളത്താണ് വരുന്നത് കേട്ടോ. പിന്നെ ചെന്നൈ, ബാംഗ്ലൂർ ഒക്കെയാണ് വരുന്നത്. അതൊന്ന് ശ്രദ്ധിക്കുക. പേഴ്സണൽ ഇന്റർവ്യൂ, അപ്പോൾ നിങ്ങൾ അവിടെ പോയി ചെയ്യേണ്ട ആവശ്യം വരും. ആപ്ലിക്കേഷൻ ഫീസ്, നിങ്ങൾ അഥവാ ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോളാം. ജനറൽ OBC EWS കാറ്റഗറിക്ക് 800 രൂപയും SC/ST PWD കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 400 രൂപയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് കൃത്യമായി ശ്രദ്ധിച്ചോളൂ. ജനറൽ OBCക്ക് 800 രൂപയും SC/ST PWD 400 ആണ്. നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് മാത്രം അപ്ലൈ ചെയ്താൽ മതി. ചാടിക്കയറി അപ്ലൈ ചെയ്യണമെന്നല്ല. പക്ഷെ ഒരാഴ്ചത്തെ ടൈമേ ഉള്ളൂ. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, വേണ്ടെന്ന് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും IT ഡൊമൈൻസിലേക്കാണ് അവരിപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഫോക്കസ് ചെയ്ത് വിളിച്ചിട്ടുള്ളത് കേട്ടോ. ഡേറ്റാ സയന്റിസ്റ്റ്, ഡെവലപ്പ് എഞ്ചിനീയർ, ബിസിനസ് അനലിസ്റ്റ്, iOS ഡെവലപ്പർ, .NET ഡെവലപ്പർ, RPA ഡെവലപ്പർ, അങ്ങനെയുള്ള സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ തുടങ്ങിയുള്ള മറ്റു പോസ്റ്റുകളാണ് എന്ത് ചെയ്തിരിക്കുന്നത്. ഇത്രയും IT ഡൊമൈൻസ് ആണ് അവരിപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്, വിളിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രഷേഴ്സിനും ഇതിലേക്കൊക്കെ അപ്ലൈ ചെയ്യാമെന്നുള്ളൊരു കാര്യം ആലോചിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമാണ് വന്നിട്ടുള്ളത്. ആപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞു, ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു, ഇന്റർവ്യൂ, ഫൈനൽ സെലക്ഷൻ ആണ്. ഇനി എലിജിബിൾ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വെബ്സൈറ്റ്, ഏത് ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള www.federalbank.co.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറുമ്പോൾ തന്നെ അതിൽ കരിയർ സെക്ഷൻ അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് ടാബ് ഉണ്ടായിരിക്കും കേട്ടോ. ഫോർ IT ഓഫീസർ സ്കെയിൽ 1 ലിങ്ക് അവിടെ കൊടുത്തിരിക്കും. അതിൽ കയറി നോട്ടിഫിക്കേഷനൊക്കെ കൃത്യമായി വായിച്ച് നോക്കിയിട്ട് നമ്മൾ നോട്ടിഫിക്കേഷൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിരിക്കാം. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അതിൽ കയറി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഡയറക്റ്റ് അതിൽ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്ത് നോക്കിയിട്ട് ശേഷം എന്ത് ചെയ്യുക, നിങ്ങളുടെ മൊബൈൽ നമ്പറും എല്ലാം രജിസ്റ്റർ ചെയ്ത് പാസ്വേഡൊക്കെ കൊടുത്ത് എൻ്റർ ചെയ്ത് കയറുക, ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക. അവർക്ക് എന്ത് ചെയ്ത് അവർ പറയുന്ന രീതിയിലേക്ക് പേയ്മെൻറ്റും സബ്മിറ്റ് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് പ്രോസസ്സ് വരുന്നത്. അപ്പോൾ കൃത്യമായി മനസ്സിലാക്കിക്കൊള്ളുക. പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ആഴ്ച മാത്രമേ നോട്ടിഫിക്കേഷൻ ഉള്ളതുകൊണ്ടാണ് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. താല്പര്യമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യുക. ഇല്ലെങ്കിൽ ആലോചിച്ച് മനസ്സിലാക്കി തന്നെ എന്ത് ചെയ്യുക, അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.